നമ്മൾ ഇന്നുള്ളത് എറണാകുളം വൈപ്പിൻ മാലിപ്പുറം KSEB ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ എനിക്കുണ്ടായ വളരെ ഒരു മോശം അനുഭവം ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ദയവായി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. ചേച്ചി ഞാനേ കഴിഞ്ഞ ആഴ്ച 2 ദിവസം വന്നിട്ടുണ്ടായി. ഒരു സ്ട്രീറ്റ് ലൈറ്റൊന്ന് തിരിച്ചു വെക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇതിനെക്കൂടി ഫോണിൽ സംസാരിച്ച് കംപ്ലയിൻറ്റ് നോട്ട് ചെയ്തു. ഞാൻ 2 പ്രാവശ്യം വന്നു, അതിന് മുമ്പ് അമ്മ 3 പ്രാവശ്യം വന്നു. സംഭവം നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് ചെറിയൊരു കാര്യമുള്ളൂ. അതൊന്ന് ലൈറ്റ് നേരെ വെക്കണം. നിങ്ങളുടെ ആൾക്കാർ മുകളിൽ കയറി പണിതപ്പോൾ ലൈറ്റ് തിരിഞ്ഞു പോയതാണ്. പറഞ്ഞിട്ട് ഇത് വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഒരു 7ാമത്തെ പ്രാവശ്യം തന്നെ ഇത് തുടങ്ങിയിട്ട് 19 ദിവസമായി. 19ാമത്തെ ദിവസമാണ് ഇത് ഞാൻ പുറകെ. ഓക്കെ. അതെ, ഞാൻ നേരിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു. നേരിട്ട് ആളെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ വന്ന് 2 പ്രാവശ്യം ഞാൻ വന്നു. 3ാമത്തെ പ്രാവശ്യം അമ്മ 3 പ്രാവശ്യം വന്നു. അപ്പോൾ ഒരു KSEB ഒരു എന്താ പറയുക, ഒരു കെടുകാര്യസ്ഥത എന്ന് പറയാം. അതാണ് എനിക്ക് തോന്നിയത്. അതായത് നിങ്ങൾക്ക് ഇത് നിസ്സാര കാര്യമായിട്ട് തോന്നണേ. അവിടെ ഒന്നാമത് ഞാൻ പറയാൻ കാര്യം വെച്ചാലേ അപ്പുറം ഇപ്പുറം ഒഴിഞ്ഞ പറമ്പാണ്. രാത്രി പിള്ളേരും പ്രായമുള്ളവരും പിള്ളേരെല്ലാം പോകണം. പാമ്പുകൾ അപ്പുറം ഇപ്പുറം പോണത് നമ്മൾ പകൽ വരെ കാണുന്നതാണ്. പോസ്റ്റ് നമ്പർ ഞാൻ 2 പ്രാവശ്യം എഴുതി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് എഴുതാൻ കാണിച്ച്. ഇന്ന് ഇപ്പോൾ 19ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ ഇന്നൊരു തീരുമാനമായില്ലെങ്കിൽ ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലിടുക. ഞാൻ ചെറിയ ബ്ലോഗറും കൂടിയാണ്. കാര്യം ഇങ്ങനൊരു പ്രശ്നം നാട്ടുകാരും കൂടെ അറിയണമല്ലോ. നമ്മൾ 19 ദിവസമായിട്ടും ഈ ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അന്ന് എൻ്റെ അമ്മേനോട് ഇവിടുത്തെ ഒരു ഓഫീസർ മോശമായിട്ട് വർത്തമാനവും പറഞ്ഞു. അത് ഞാൻ ഇവിടെ ഒന്ന് പറയുകയും ചെയ്തതാണ്. AEനോടും പറഞ്ഞതാണ്. അപ്പോൾ AE ഉൾപ്പെടെ പറയണത് ഇവിടെ ഇരിക്കണ ആരാന്ന് അറിയാൻ പാടില്ല. തൊട്ട് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞിട്ട് തലേദിവസം ഇവിടെ ആരായിരുന്നെന്ന് അറിയില്ല. തലേദിവസം ഇവിടെ ആരായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ മോശം പെരുമാറ്റം ചെയ്തിട്ട് നിങ്ങൾ സ്വയം അയാളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ഇതും കൂടിയാണ്. നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ചേച്ചി ഫോണെടുത്ത് നമ്മുടെ കംപ്ലയിൻറ്റ് ആർക്കോ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സൈറ്റിൽ പോയി വർക്ക് ചെയ്യുന്ന ആളുകളോടായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പലർക്കും പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ വീടിൻ്റെ മുൻപിലുള്ള വഴിയിലെ പോസ്റ്റിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് നല്ല രീതിയിൽ കത്തിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു പോസ്റ്റിൽ വർക്കിന് വന്ന ജീവനക്കാർ, KSEBയുടെ ജീവനക്കാർ ഈ പോസ്റ്റിൽ കയറി വർക്ക് ചെയ്ത് അവർ വൈകുന്നേരം തിരിച്ചു പോയി. ആ സമയത്ത് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് പൊസിഷൻ തിരിഞ്ഞുപോയി. അപ്പോൾ വൈകുന്നേരം രാത്രി ലൈറ്റ് കത്തിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ലൈറ്റ് മാറിപ്പോയി. അതായത് ലൈറ്റിൻ്റെ ഒരു പകുതി കൂടുതൽ വെട്ടം വേസ്റ്റായിട്ട് ആകാശത്തേക്കാണ് പോണേ. ബാക്കി പകുതി മാത്രമേ വഴിയിൽ കിട്ടുന്നുള്ളൂ. അതിൽ ആ വഴിയിൽ വെട്ടം കിട്ടാത്തൊരു സ്ഥലമെന്ന് വെച്ചാൽ അപ്പുറവും ഇപ്പുറവും ഒഴിഞ്ഞ പറമ്പാണ്. പകൽ സമയത്തുകൂടി അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പുകൾ പോണത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വഴിയെന്ന് വെച്ചാൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരടക്കം നിരവധി ആളുകൾ പോകുന്നൊരു വഴിയാണ്. കാരണം ആ ഒരു വഴിയെന്ന് വെച്ചാൽ വഴി സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോർഷനാണ്. അവിടെ നിന്ന് അകത്തേക്ക് ഒരു 10-30ഓളം വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ KSEBയിൽ പോയിട്ട് സ്ട്രീറ്റ് ലൈറ്റ് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത്, അതായത് ഈ പോസ്റ്റിൽ കയറി ഒരു പണിതത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 24-ാം തീയതി എന്തോ ആണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ KSEB ഓഫീസ് തൊട്ടടുത്താണ് നമ്മുടെ വീടും ഈ പോസ്റ്റും ലൈറ്റും ഈ പ്രശ്നമെല്ലാം നടക്കുന്നത്. KSEB ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ പ്രശ്നം പറഞ്ഞു, സ്ട്രീറ്റ് ലൈറ്റ് തിരിഞ്ഞു പോയി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല വെച്ച് ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവരെ കാണാണ്ടായപ്പോൾ ഏകദേശം ആ സെപ്റ്റംബർ മാസം അവസാനമായപ്പോൾ അമ്മ ഒന്നും കൂടി ചെന്നു. അപ്പോൾ പറഞ്ഞപ്പോഴും അപ്പോൾ വേറൊരു ഓഫീസറാണ് അവിടെ ഉണ്ടായിരുന്നത്. പുള്ളിയും പറഞ്ഞു ഓക്കെ ഞങ്ങൾ ശരിയാക്കി തരാം, അത്ര വലിയ കേസല്ലല്ലോ, ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ 2 ദിവസം ഹോളിഡേ ആണ്. ഹോളിഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഹോളിഡേയും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കാണാണ്ടായപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെയും ചെന്നു. അപ്പോൾ അവിടെ വേറൊരു ഓഫീസറാണ് ഉണ്ടായത്. അത് ഹെൽപ്പ് ഡെസ്ക്, നമ്മുടെ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഹെൽപ്പ് ഡെസ്ക് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ഒരു ഓഫീസർ, ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയണമെന്ന് അറിയില്ല. ഈ 3ാമത് ചെന്നപ്പോൾ കണ്ട ആളെ, അയാൾ നമ്മൾ പറയണ പ്രശ്നം കേൾക്കാതെ, ആ കേൾക്കുക പോലും ചെയ്യാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കേ, ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആട്ടണ രീതിയിലാണ് പെരുമാറിയെന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം പുള്ളി പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോയിക്കുക, എനിക്ക് ഇവിടെ ഒന്നും കേൾക്കണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോയിക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി റാഷായിട്ട് ഒരു റൂഡായിട്ടാണ് പെരുമാറിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം അമ്മ പെട്ടെന്ന് ആകെ ഡെസ്പായി പോയി, അമ്മ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് എന്നോട് അമ്മ ഇങ്ങനെ പറയണത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് ആകെ വിഷമമായി പോയി, ഞാൻ പിന്നെ ആരോടും മിണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് പിറ്റേ ദിവസം ഞാൻ KSEB ഓഫീസിൽ ചെന്നു. അപ്പോൾ ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്നതൊരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ 3 ദിവസമായിട്ട് എൻ്റെ അമ്മ കയറി ഇറങ്ങുകയാണ്. പക്ഷേ ഇന്നലെ ഈ കംപ്ലയിൻറ്റ് പറയാൻ വന്നപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്കിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ, അത് ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ ഈ രീതിയിൽ മോശമായിട്ട് ഇറങ്ങിപ്പോ എന്നുള്ള രീതിയിൽ പരാതി പോലും കേൾക്കാതെ ഇറങ്ങിപ്പോകുന്നുള്ള രീതിയിൽ റൂഡായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ലൈറ്റ് തിരിച്ചു വെച്ച് നേരെയാക്കി തരണം. രണ്ടാമത് ഈ പെരുമാറിയ ആളെ, ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ഓഫീസറെ എനിക്കൊന്ന് നേരിട്ട് കാണണം. എന്നാണ് ആളുടെ പ്രശ്നം എന്ന് അറിയണമല്ലോ. ഇനി ആളുടെ ഭാര്യയുടെ വീട്ടിൽ നമ്മൾ അരിയോ പഞ്ചസാര കടം മേടിക്കാൻ ചെന്നോ അല്ലെങ്കിൽ പുള്ളിനോട് പൈസ കടം മേടിക്കാൻ ചെന്നോന്നല്ലോ. നമ്മൾ ടാക്സ് കൊടുത്ത് നികുതി പണം കൊടുത്ത് നടക്കുന്ന ഒരു സർക്കാർ ഓഫീസിൽ നമ്മുടെ ഒരു പ്രശ്നം പറയാൻ വേണ്ടി ചെന്നിട്ട് അത് കേൾക്കാൻ പോലും മനസ്സില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ നമ്മളൊന്ന് നേരിട്ട് കണ്ട് ഒന്ന് ബഹുമാനിക്കണമല്ലോ. അപ്പോൾ അത് ആരാണെന്ന് കൂടി അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഫീസിലുള്ള സ്ത്രീ പറഞ്ഞത്
ഇന്നലെ ഞാൻ ലീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരാണ് ഇരുന്നതെന്ന് എനിക്കറിയില്ല. പല സാറന്മാരും മാറി മാറി ഇരിക്കാറുണ്ട്. ആരാണെന്ന് അറിയില്ല. നിങ്ങളിത് മറ്റൊരു ഓഫീസറിൻ്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു ഈ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് അപ്പോൾ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ വിളിച്ചു. പുള്ളിക്കാരൻ അപ്പോൾ എന്തോ പോലീസ് സ്റ്റേഷനിൽ എന്തോ കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വിളിക്കിട്ടാന്ന് പറഞ്ഞിട്ട് വെച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോഴേക്കും പുള്ളി ഓഫീസിൽ വന്നിട്ട് ഈ പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രശ്നം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു അത് അപ്പം തന്നെ അയാളുടെ പേര് ചോദിച്ചാൽ മതിയായിരുന്നു, ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ചോദിച്ചാൽ മതിയായിരുന്നു. നമ്മൾ പരാതി പറയാൻ പോയിട്ട് അതുപോലും കേൾക്കാൻ സാവകാശമില്ലാത്ത ആളോട് പേര് വെച്ച് അയാളിപ്പോൾ പേര് ഇങ്ങോട്ട് വിളമ്പാൻ പോകണല്ലേ. അത് ഒരു ഒന്നാമത്തെ കാര്യം. പിന്നെ അപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥനോട് ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറോട് ഫോണിൽ തന്നെ ഞാൻ പറഞ്ഞു നമുക്കത് ആരാണെന്ന് അറിയാൻ പറ്റൂലേ, എനിക്ക് നേരിട്ടൊന്ന് കാണാനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് പലരും ഇങ്ങനെ ഇരിക്കും, എനിക്കും കറക്റ്റ് അറിയില്ല, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കണം. അതായത് ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഞാൻ രാവിലെ പോയി കണ്ട വനിത ആയിക്കോട്ടെ, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരൊന്ന് സേവ് ചെയ്യാൻ വേണ്ടി അറിയാൻ പാടില്ലാത്ത പോലത്തെ നാടകം കളിച്ചാണ് അന്ന് അവിടെ കണ്ടത്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഫോണിലൂടെ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. വേറെ നോക്കട്ടെ അങ്ങനെ പറ്റിപ്പോയി. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഫോണിലൂടെ എന്നോട് പറയുകയും ചെയ്തത് അമ്മ അങ്ങനോട് അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ മുറിയിൽ ഞാനുണ്ടാവും, അപ്പോൾ അവിടെ വന്നാൽ എന്നോട് പറയാറുന്നില്ല എന്നൊക്കെയാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും പറഞ്ഞത്. പക്ഷേ ഞാൻ 2 പ്രാവശ്യം പോയിട്ട് പോലും പുള്ളിനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. പിന്നെ അമ്മ ഈ സമയത്ത് പെട്ടെന്ന് ഒരാളുടെ വായി നീക്കത്തിലൊരു വർത്തമാനം കേൾക്കുമ്പോൾ അത് ഷോക്കായി പോയിട്ട് അവിടെ നിന്ന് വിഷമിച്ചാണ് ഇറങ്ങിപ്പോകുന്നത്. ആ സമയത്ത് മറ്റൊരാളോട് പോയി കംപ്ലയിൻറ്റ് പറയാനൊന്നും ആർക്കും മനസ്സൊരൊന്നുമില്ല. അങ്ങനെ അസിസ്റ്റൻറ്റിനോട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അതിപ്പോൾ നടന്നു പൊക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ആളാരാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് പൊക്കോട്ടെ, ഞാനത് പിടിക്കാൻ പോയില്ല, നമുക്കത് പിടിച്ചു വേണമെങ്കിൽ ഒരു പ്രശ്നമാക്കണം, നമ്മളങ്ങനത്തെ പ്രശ്നത്തിൻ്റെ പുറകെ പോകണ്ടല്ല എന്ന് ഓർത്തിട്ട് അത് സാറ് കഴിഞ്ഞ് പോട്ടെ കുഴപ്പമില്ല, നമുക്ക് ഈ ലൈറ്റ് ഒന്ന് നേരെയാക്കി ഇടണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വേഗം ഫോൺ അവിടുത്തെ ഹെൽപ്പ് ഡെസ്കിൽ കൊടുത്തു, പോസ്റ്റ് നമ്പർ ചോദിക്കുന്നു, എഴുതുന്നു. ഈ 3 പ്രാവശ്യം പോയപ്പോഴും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോൺ നമ്പർ കൊടുത്തു, അതെല്ലാം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞു വന്നില്ല. ഞാൻ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ വരേണ്ടതാണല്ലോ, ഞാൻ ആ ഫ്രണ്ട് ഓഫീസിലുള്ള പെണ്ണ് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണല്ലോ വരേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞു വന്നിട്ടില്ല. വീണ്ടും ഞാൻ നമ്പർ കൊടുക്കുന്നു. ഇന്നിപ്പോൾ 20ാമത്തെ ദിവസമായി. ഞാൻ ആ വീഡിയോയിൽ 19ാമത്തേന്ന് പറഞ്ഞത്, ശരിക്കും 20ാമത്തെ ദിവസമായി നമ്മൾ ഈ കംപ്ലയിൻറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ചെറിയ കാര്യം പോലും അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ച് ചെറിയ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു പൊതുവഴിയാണ്, പൊതുവഴി തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇത് 10-30 വീടകത്തേക്കുണ്ട്. കുട്ടികളും എല്ലാവരും സ്കൂളിൽ പോകുന്നതും തിരിച്ചു പോകുന്നതും പോരാത്തിന് ഇപ്പോൾ കൊന്തമാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയിൽ വൈകുന്നേരം കൊന്തയും കുർബാനയും എല്ലാം കഴിഞ്ഞ് ഒരു 7:30-8 മണി സമയത്താണ് ആളുകൾ, സ്ത്രീകളും കുട്ടികളും തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ വഴിയിൽ ഈ ഇരുട്ടത്ത് എന്തെങ്കിലും സാധനം പാമ്പോ എന്തെങ്കിലും വഴി കിടന്നാൽ പോലും അറിയില്ല, കയറി ചവിട്ടി കഴിഞ്ഞാൽ പണിയും കിട്ടും. അങ്ങനെ അനുഭവങ്ങൾ ഇവിടെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ അത്ര അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെന്ന് മറ്റൊരു പ്രശ്നം, മറ്റൊരു ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് ഒന്ന് പരിഹരിക്കുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് 20 ദിവസമായിട്ട് പരിഹരിക്കാൻ അവർക്ക് നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോസ്റ്റ് കേട്ടോ. പോസ്റ്റിൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ലൈറ്റിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. അതായത് പോസ്റ്റിൻ്റെ ഇടതുവശത്തേക്ക് നല്ല വെട്ടമുണ്ട്, പക്ഷേ ഇടതുവശത്ത് അപ്പുറം മതിൽക്കെട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു സുരക്ഷിതത്തോടെ ഉണ്ട്. അതേസമയം പോസ്റ്റിൻ്റെ വലതുവശത്തേക്ക് വെട്ടമില്ല. അത് 2 സ്ഥലത്തും വെട്ടം ഉണ്ടാകുന്ന എല്ലാ വിധത്തിലാണ് ലൈറ്റ് സജ്ജീകരിച്ചിരുന്നത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വെട്ടമില്ല, അതവിടെ റൈറ്റ് സൈഡിൽ ഒഴിഞ്ഞ പറമ്പാണ് ഈ കാണുന്നത്, ഒഴിഞ്ഞ പറമ്പാണ് ഈ കാണുന്നത് കേട്ടോ. പകലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ ദൂരെ നിൽക്കുമ്പോൾ പോസ്റ്റ് കണ്ടോ, പോസ്റ്റിൻ്റെ സെൻറ്റർ തൊട്ട് ഫ്രണ്ടിലേക്ക് ലൈറ്റ് ഉണ്ട്, ബാക്കിലേക്ക്, അത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ലൈറ്റ് ഇല്ല. ഈ വലതുവശത്ത് ഒഴിഞ്ഞ പറമ്പാണ്, അതുപോലെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒഴിഞ്ഞ പറമ്പാണ്. അപ്പോൾ ഈ 2 പറമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പുകൾ ഒക്കെ പോകുന്നത് നമ്മൾ പകൽവെട്ടത്തിൽ പോലും കാണുന്നതാണ്. ഇനി പകൽ ഞാൻ കാണിച്ചു തരാം. പകൽവെട്ടത്തിൽ ഇതേ പോസ്റ്റിൻ്റെ വിഷ്വൽ ഇതാണ്. പോസ്റ്റിൻ്റെ ലൈറ്റ് തിരിഞ്ഞിരിക്കുന്നത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരു ഇടതുവശത്ത് വെട്ടമുണ്ട്. ഇടതുവശത്ത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇരുട്ടത്ത് കാണിച്ച പോലെ തന്നെ വഴിയാണ്, പക്ഷേ മതിൽക്കെട്ടുണ്ട്. വലതുവശത്ത് ഇതേപോലെ ഒഴിഞ്ഞ പറമ്പാണ്. അതുപോലെ കുറച്ച് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മതിൽ കഴിഞ്ഞാൽ വലതുവശത്തും ഒഴിഞ്ഞ പറമ്പാണ്. കണ്ടോ, ഇത്തരത്തിൽ ഒഴിഞ്ഞ പറമ്പാണ് ഇവിടെ ഉള്ളത്. ഈ 2 പറമ്പുകളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പുകൾ പോകാറുണ്ട്. നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ നമുക്കൊന്നും ചെയ്യാം, നമ്മൾ ശ്രദ്ധിച്ച് നടക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടോ, ഈ കാണുന്ന പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വെട്ടം കിട്ടുന്നില്ല. മുൻപ് ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെയും വെട്ടം കിട്ടുന്നൊരു സംഭവമായിരുന്നു. ഈ പറമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കുട്ടികളും എല്ലാവരും പോകുന്ന വഴിയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കണം, ഈ വഴി പോകുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് രാത്രിയൊക്കെ പള്ളിയിലേക്ക് കഴിഞ്ഞ ആളുകൾ വരുമ്പോൾ പ്രശ്നമാണ് ഇവിടെ. ഈ കാണുന്നത് KCBയുടെ പറമ്പാണ്, അതും ഒഴിഞ്ഞ പറമ്പാണ്. അതിൻ്റെ മതിലിൻ്റെ മുകളിൽ കൂടി മലമ്പാമ്പ് വരെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രക്കും വലിയൊരു ഒഴിഞ്ഞ പറമ്പാണ്. അപ്പോൾ KCBയുടെ തൊട്ട് ചേർന്നുള്ള സ്ഥലമാണ്, എന്നിട്ട് പോലും അവർക്ക് വന്ന് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം വ്യക്തമായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ KCBയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ജസ്റ്റ് വാർത്ത വെച്ച് നോക്കിയാലോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലോ അറിയാം, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കാസർഗോഡ് കുമ്പളയിൽ 24 മണിക്കൂറായിട്ട് വൈദ്യുതി മുടങ്ങിയിട്ട് ഇന്ന് ജനങ്ങൾ KSEB ഓഫീസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നു. ഇപ്പോൾ ഇന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ കാണാം. അതുപോലെ തന്നെ കൊല്ലത്ത് പാവപ്പെട്ട ഒരു ഷിബു എന്ന് പറഞ്ഞ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ്റെ വീട്ടിൽ ഒരു 3 സെൻറ്റുള്ള പറമ്പിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു വഴിയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ സ്റ്റേ കമ്പി വലിച്ച് ഈ 3 സെൻറ്റുള്ള ഈ പാവപ്പെട്ടൻ്റെ വീട്ടിൽ കയറ്റി സ്റ്റേ കമ്പി കൊടുത്ത്. ആ സമയത്ത് ഷിബു അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ എവിടെയായിരുന്നു. ആരോടും ചോദിക്കാതെ കയറി ചെയ്തതാണ്. പുള്ളി പിറ്റേ ദിവസം ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് പുള്ളി ആ സ്റ്റേ കമ്പി ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി, കാര്യം 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, പുള്ളിക്ക് അത് വീട് വെക്കാനായിട്ട് വർഷങ്ങളായിട്ട് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നു. മന്ത്രിമാരെ വരെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തു. മന്ത്രിമാർക്കൊന്നും ഈ പാവപ്പെട്ടവൻ്റെ കേസ് നോക്കാനോ പിടിക്കാനൊന്നും നേരമില്ല. അങ്ങനെ അവർ നോക്കിയായിരുന്നെങ്കിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പോയാലേ. അങ്ങനെ പുള്ളി പല സ്ഥലത്തും കേസ് കൊടുത്തു. ഇപ്പോൾ കേസ് കൊടുക്കില്ല, ഇപ്പോൾ കയറി ഇറങ്ങി നടക്കാണ് പുള്ളി. എന്നിട്ട് ഇപ്പോൾ പുള്ളിനോട് KSEB പറയണത് എന്താണെന്നറിയോ, അവർ അതിക്രമിച്ച് കയറിയ ഈ സ്റ്റേ കമ്പി മാറ്റി കൊടുക്കണമെങ്കിൽ 25,000 രൂപ ഈ പാവപ്പെട്ട ഷിബു കേൾക്കണം. അതായത് KSEB കാണിച്ച പോക്കരിത്തരത്തിന് ഈ പാവപ്പെട്ട ഷിബു 25,000 രൂപ കെട്ടിവെച്ചാൽ ആ സ്റ്റേ കമ്പി മാറ്റി കൊടുക്കാമെന്ന്. ഇതാണ് അവസ്ഥ. അതായത് എന്താ പറയുക, എല്ലാ ഓഫീസിലും നല്ല ഓഫീസർമാരും ചീത്ത ഓഫീസർമാരുണ്ട്. ഞാൻ KSEB മൊത്തം അടച്ചാക്ഷേപിക്കുകയല്ല, എല്ലായിടത്തും നല്ല ഓഫീസർമാരുണ്ട്. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ജനപ്രതിനിധികളിലും നല്ല ആളുകൾ ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ട് ന്യായമായ പരിഹാരം ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എത്രത്തോളം എത്തുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. അതുപോലെ തന്നെ ഇത്തരം എൻ്റെ പ്രശ്നം കൂടാതെ 2 പ്രശ്നം എടുത്തു പറഞ്ഞത്, ഇതുപോലെ KSEBയിൽ നിന്ന് ഒരുപാട് മോശം അനുഭവം ഈ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവം തൽക്കാലം ഒന്ന് കമൻ്റായിട്ടൊന്ന് ഈ വീഡിയോയിൽ ഒന്ന് പങ്കുവെക്കുക. മറ്റുള്ളവരൊന്ന് വായിച്ചറിയട്ടെ, മറ്റുള്ള സ്ഥലങ്ങളിലെയും മറ്റുള്ള KSEB ഓഫീസിലെയും. ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്നത് വൈപ്പിൻ മാലിപ്പുറം KSEB ഓഫീസാണ്. അപ്പോൾ ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ അറിയട്ടെ. അത് ഏതെങ്കിലും ഒരു അധികാരികളിൽ, പല അധികാരികളിലും ഇത് കാണും. ഏതെങ്കിലും ഒരു നല്ല മനസ്സുള്ള ഒരു അധികാരി, അയാളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാവുന്ന കുറച്ച് പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കാൻ അവർക്കും കഴിയട്ടെ. അതിനും കൂടി വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഈ പ്രശ്നം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കുക.